ഹായ് ഹലോ. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് 7ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ ഡിസ്കസ് ചെയ്യാനാണ് കേട്ടോ. ഫസ്റ്റ് ടൈം എക്സാം അല്ലേ, എല്ലാവരും എക്സാം എഴുതിക്കൊണ്ടിരിക്കുകയായിരിക്കും അല്ലേ. അപ്പോൾ എല്ലാ പാഠഭാഗവും നല്ല കമ്പൾസറി ആയിട്ട് എല്ലാതും കണ്ടൻറ്റൊക്കെ മനസ്സിലാക്കി വെക്കുക കേട്ടോ. ആക്ടിവിറ്റി 1 ഈസ് കമ്പൾസറി. ആൻസർ എനി 4 ആക്ടിവിറ്റീസ് ഫ്രം ആക്ടിവിറ്റീസ് 2 to 6. ആക്ടിവിറ്റി 1 റീഡിങ് കോംപ്രഹെൻഷൻ ആണ്. അപ്പോൾ ഒരു പോയം തന്നിട്ടുണ്ട്. ഇവിടെ പാരഗ്രാഫ് പോലെയാണ് നിങ്ങൾക്ക് പോയം തന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ആവില്ല നിങ്ങൾക്ക് തരിക, പോയത്തിൻ്റെ ആ രൂപത്തിൽ തന്നെ തരും. Read the poem and answer the question. If you have tried and have not won, never stop for crying. All that's good and great is done just by patient time. Though young birds in flying fall still, their wings grow stronger, and the next time they can keep up a little longer. Through the sturdy oak has known many a wind that bowed her. She has risen again and grown lofter and prouder. If by easy work you are beat, who the more will prize you, gaining victory from defeat. That is the test that ട്രൈസ് യു അല്ലേ. അപ്പോൾ ഒരു പോയമാണ്, ഇതിങ്ങനെ എഴുതിയോണ്ട് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടായിരിക്കും. അപ്പോൾ പോയത്തിൻ്റെ രൂപത്തിൽ തന്നെയാണ് നിങ്ങൾക്ക് തരിക. അപ്പോൾ നമുക്ക് എന്താണെന്ന്. ഈ പോയത്തിൽ പറയുന്നത് എന്താണ്, നിങ്ങൾ ശ്രമിച്ചിട്ടും വിജയിച്ചിട്ടില്ലെങ്കിൽ കരച്ചിൽ നിർത്തരുത്. നല്ല എല്ലാം ക്ഷമയോടെ ശ്രമിച്ചാൽ മാത്രം ചെയ്യുന്ന ഇളം പക്ഷികൾ ചിറകുകൾ വീഴുമ്പോൾ ചിറകുകൾ ശക്തി പ്രാപിക്കുന്നു. അടുത്ത തവണ അല്പം നേരം എഴുന്നേൽക്കാൻ കഴിയും. കരുത്തുറ്റ കരുവേലകത്തിന് തന്നെ കുനിക്കുന്ന പല കാറ്റും അറിയാമായിരുന്നുവെങ്കിലും അവൾ വീണ്ടും ഉയർത്തെഴുന്നേറ്റു. അഹങ്കാരത്തോടെ വളർന്നു. എളുപ്പമുള്ള ജോലിയാൽ നിങ്ങൾ തോൽക്കുകയാണെങ്കിൽ ആരാണ് നിങ്ങൾ കൂടുതൽ സമ്മാനം നൽകുന്നത്? തോൽവിയിൽ നിന്ന് വിജയം നേടുക, അതാണ് നിങ്ങളെ പരീക്ഷിക്കുന്ന പരീക്ഷണം. അപ്പോൾ ഒരു തോൽവിയെ വിജയത്തിലേക്ക് പ്രോത്സാഹിപ്പിക്കുന്ന ഒരു കവിതയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണ്? വിച്ച് ഈസ് നോട്ട് ദ ഡിസ്ക്രൈബിംഗ് വേർഡ് ഇൻ ദ പോയം? യങ്, വിക്ടറി, സ്റ്റഡി, ഗുഡ്. ഏതാണ്? വിക്ടറിയാണ്, ബി ആണ് ആൻസർ. വാട്ട് ഡസ് ദ സ്റ്റഡി ഓക്ക് ഡു ആഫ്റ്റർ ബീയിങ് ബൗഡ്? എന്താണ്? ബലിഷ്ഠമായ ഓക്ക് കൊമ്പിട്ടതിന് ശേഷം എന്തു ചെയ്യുന്നു എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആൻസർ എന്താണ്? ആഫ്റ്റർ ബീയിങ് ബൗഡ് ദ സ്റ്റഡി ഓക്ക് റൈസ് അഗെയിൻ ആൻഡ് ഗ്രോസ് ലോഫ്റ്റർ ആൻഡ് പ്രൗഡർ അല്ലേ. ബലിഷ്ഠമായ ഓക്ക് എന്താണ്? ഉയർത്തെഴുന്നേറ്റ് വീണ്ടും അത് ഉയർത്തെഴുന്നേൽക്കുകയാണ് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, ഗീവ് എ സ്യൂട്ടബിൾ ടൈറ്റിൽ ടു ദ പോയം. ഒരു സ്യൂട്ടബിൾ ടൈറ്റിൽ കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്, ഹെഡിങ് കൊടുക്കാൻ. അഞ്ചാമത്, വാട്ട് ഈസ് ദ മെയിൻ മെസ്സേജ് ഇൻ ദ പോയം? അപ്പോൾ ആ രണ്ട് ക്വസ്റ്റ്യൻ ആൻസർ നമുക്ക് നോക്കാം. എന്ത് കൊടുക്കാം നമുക്ക് ടൈറ്റിൽ? വിക്ടറി ഓഫ് ഡിഫീറ്റ് അല്ലേ, വിജയത്തിലേക്കുള്ള തോൽവി അല്ലേ, അങ്ങനെ കൊടുക്കാം. ഇനി അടുത്തത്, ഈ കവിതയിലെ മെയിൻ ആശയം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. ദിസ് ഈസ് എ മോട്ടിവേഷണൽ പോയം. ദ പോയം ഗീവ്സ് അസ് ദ മെസ്സേജ് ദാറ്റ് എവറി ഡിഫീറ്റ് മേക്ക് അസ് കേപ്പബിൾ ഓഫ് വിക്ടറി. Embrace failure and use them as stepping stones to success. Think of your goal and do not stop until we reach the peak of victory. എന്താണ് പറഞ്ഞത്? ഇതൊരു പ്രചോദനകരമായ ഒരു കവിതയാണ് അല്ലേ. ഓരോ തോൽവിയും നമ്മളെ വിജയത്തിലേക്കുള്ള ചവിട്ടുപണികളായിട്ടാണ് നമ്മൾ കാണേണ്ടത് അല്ലേ. തിങ്ക് ഓഫ് അവർ ഗോൾ ആൻഡ് ഡു നോട്ട് സ്റ്റോപ്പ് അൺടിൽ. നമ്മളെ ലക്ഷ്യസ്ഥാനത്ത് എത്താൻ വേണ്ടിയിട്ട് നമ്മളെ ഈ തോൽവി ഒരു ചവിട്ടുപടിയായി കാണണം എന്നുള്ള ഒരു ആശയമാണ് ഈ കവിതയിലൂടെ അർത്ഥമാക്കുന്നത്. Activity 2 conversation ആണ്. It was a Saturday afternoon. Kafka and walking through a park in Berlin. He met a girl who was crying because she had lost her favorite doll. She met the girl who was in distress. Write the likely കോൺവെർസേഷൻ ബിറ്റ്വീൻ കഫ്ക ആൻഡ് ദ ഗേൾ അല്ലേ. നമ്മൾ പഠിച്ചു, നമ്മൾ പാഠഭാഗത്ത് കഫ്ക ഒരു പെൺകുട്ടിയെ മീറ്റ് ചെയ്തത് അല്ലേ. ക്രൈ എങ്ങനെയായിരുന്നു? ഒരു ഡോള് മിസ്സായിട്ട് അതിനു വേണ്ടി കരയുന്ന ഒരു പെൺകുട്ടിയെ കണ്ടുമുട്ടി അല്ലേ. അങ്ങനെ അവർ തമ്മിൽ നടത്തുന്ന ഒരു കോൺവെർസേഷൻ, സംഭാഷണം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഗേൾ പറയണം, ഐ ഹാവ് ലോസ്റ്റ് മൈ ഫേവറേറ്റ് ഡോൾ. എൻ്റെ ഇഷ്ടപ്പെട്ട ഒരു പാവക്കുട്ടി എനിക്ക് നഷ്ടമായി. ഐ ആം സെർച്ചിങ് ഫോർ ഹെർ അറൗണ്ട്. ഞാൻ അവളെ ഇവിടെ മൊത്തം തിരയാണ്. കഫ്ക, ഡോൺ ക്രൈ, കരയണ്ട, ഐ വിൽ ഹെൽപ്പ് യു, ഞാൻ നിന്നെ സഹായിക്കാം. ഗേൾ, ഐ വാണ്ട് ടു ഗെറ്റ് ഹെർ ബാക്ക്, ഡിഡ് യു ഫൈൻഡ് ഹെർ?
എനിക്ക് അവളെ തിരിച്ച് വേണം, നിങ്ങൾ അവളെ കണ്ടെത്തി തരുമോ? കഫ്ക, വി ടുഗദർ വിൽ സെർച്ച് ഫോർ ഹർ, നമുക്ക് ഒരുമിച്ച് അവളെ തിരയാം. ഐ ആം അലോൺ വിത്തൗട്ട് ഹെർ, ഷീ ഈസ് മൈ സോട്ട് കമ്പനിയൻ. എന്താണ് പറയുന്നത്? എനിക്ക് അവളില്ലാതെ കഴിയില്ല, അവൾ എൻ്റെ ഒരു ഭയങ്കര ഒരു കമ്പനിയാണ്. ഐ ആം അലോൺ വിത്തൗട്ട് ഹെർ അല്ലേ, അങ്ങനെ പറയാണ്. ഞാൻ അവളില്ലെങ്കിൽ ഒറ്റക്കാവുമെന്ന് പറയാണ് അല്ലേ. ഐ എം മച്ച് വെറീഡ്, ഐ ലവ്ഡ് ഹെർ എ ലോട്ട് അല്ലേ, ഞാൻ അവളെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. കഫ്ക ചോദിക്കുക, ഷുവർ വി വിൽ ഫൈൻഡ് ഔട്ട് വേർ ഷീ ഈസ്, അവൾ എവിടെയാണെങ്കിലും നമുക്ക് കണ്ടെത്താമെന്ന് പറയുമ്പോഴാണ് പറയുന്നത് ഞാൻ ഒരുപാട് വെറീഡാണ്, ഞാൻ അത്രയും അവളെ സ്നേഹിക്കുന്നുണ്ട്. അപ്പോൾ കഫ്ക എന്താ പറഞ്ഞത്? ഷീ ആൾസോ മേ ബി ലുക്കിംഗ് ഫോർ യു, വി വിൽ മീറ്റ് ഹെർ സൂൺ. നമുക്ക് എന്തായാലും അവളെ കണ്ടെത്താം, നമ്മൾ പെട്ടെന്ന് തന്നെ അവളെ കണ്ടെത്താൻ കഴിയും. ഗേൾ പറയാണ് താങ്ക് യു അങ്കിൾ. അങ്ങനെ ആ കോൺവെർസേഷൻ അവിടെ എൻഡ് ചെയ്യാണ്. അപ്പോൾ കോൺവെർസേഷനൊക്കെ മസ്റ്റായിട്ട് എക്സാമിന് വരും കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഓരോ പാഠത്തിൻ്റെയും കണ്ടൻറ്റ് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക കേട്ടോ. ആക്ടിവിറ്റി 3 ലെറ്റർ എഴുതാനാട്ടോ. വെയർ ഇംപ്രസ്ഡ് ആഫ്റ്റർ ഹിയറിംഗ് ദ സ്റ്റോറി ഹെലൻ, ഇമാജിൻ ദാറ്റ് യു റോട്ട് എ ലെറ്റർ ടു ഹെർ ടു നോ അബൌട്ട് ഹെർ, പ്രിപ്പയർ എ ഫ്രണ്ട്ലി ലെറ്റർ. അപ്പോൾ ഹെലൻ കെയർക്ക് ഒരു ലെറ്റർ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ അവളെക്കുറിച്ച് കേട്ടില്ലേ, ഇനി അവൾക്കൊരു കത്ത് എഴുതാനാണ് പറഞ്ഞത്. അപ്പോൾ ലെറ്റർ എഴുതാൻ വന്നാൽ അതിൻ്റെ ഫോർമാറ്റ് നിങ്ങൾ പഠിച്ചു വെക്കണം. ആദ്യം സ്ഥലം എഴുതുക, ഡേറ്റ് എഴുതുക, എന്നിട്ട് ഡിയർ ഹെലൻ കെയർ അല്ലേ, നമ്മൾ അവരെ അഭിസംബോധന ചെയ്തിട്ട് കോമ ഇട്ടിട്ട് വേണം നമ്മൾ ലെറ്റർ എഴുതാൻ. ഐ എം ഹാപ്പി ടു സേ ദാറ്റ് ഐ എം ഡീപ്ലി ഇംപ്രസ്ഡ് ബൈ വാട്ട് അവർ ടീച്ചർ ടോൾഡ് അസ് അബൌട്ട് യു. ഐ വുഡ് ലൈക്ക് ടു നോ മോർ അബൌട്ട് ദ സീക്രട്ട് ഓഫ് യുവർ സക്സസ് അല്ലേ, ഞാൻ നിങ്ങളെക്കുറിച്ച് കേട്ടു, എൻ്റെ ടീച്ചറിൽ നിന്ന് കേട്ടത് മുതൽ എനിക്ക് നിങ്ങളെ വളരെ ഇഷ്ടമായി, എനിക്ക് നിങ്ങളുടെ വിജയത്തിൻ്റെ രഹസ്യം അറിയണം എന്നുണ്ട്. ഐ എം ഷുവർ ദാറ്റ് ഇറ്റ് വാസ് യുവർ സ്ട്രോങ് വിൽ പവർ ദാറ്റ് ഹെൽപ്ഡ് യു ഓവർകം ദ ഹർഡിൽ ഇൻ യുവർ ലൈഫ്. നിങ്ങൾ സ്ട്രോങ് ആയിട്ടുള്ള ഒരു വിൽ പവർ കൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ ഓവർകം ചെയ്യാൻ, ലൈഫിലുണ്ടായ പ്രശ്നങ്ങളൊക്കെ ഓവർകം ചെയ്യാൻ സാധിച്ചത് എന്നാണ് പറയുന്നത്. I am eager to know what promoted you to become a world famous speaker and author. Your hope and optimism will be a true inspiration for the next generations. Please write to me more about your education, life and career. Let me cap my pen. With love, ഒപ്പ് അല്ലേ. അപ്പോൾ എന്താ പറയുന്നത്, ഞാൻ നിൻ്റെ വിശേഷങ്ങൾ കൂടുതൽ നീ എങ്ങനെയാണ് ഫേമസ് ആയത്, നീ എങ്ങനെയാണ് ഒരു ഓതറായത് എന്നൊക്കെ അറിയാൻ എനിക്ക് ആകാംക്ഷയുണ്ട്. നീ എനിക്ക് അതിനെക്കുറിച്ചെല്ലാം ഒരു ലെറ്റർ എഴുതുമോ സ്നേഹപൂർവ്വം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്കൊരു കത്ത് എഴുതാം. എന്നിട്ട് എന്തായാലും നിങ്ങൾ കത്തിൻ്റെ ഫോർമാറ്റ് പഠിച്ച് വെച്ച് പോവുക, എന്തായാലും മസ്റ്റായിട്ടും അത് വരും. ഏത് പാഠത്തുനിന്ന് വന്നാലും നിങ്ങൾക്ക് ആ പാഠത്തിൻ്റെ കണ്ടൻറ്റ് മനസ്സിലാക്കി കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഈ ലെറ്ററിൻ്റെ ഫോർമാറ്റ് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് ലെറ്റർ എഴുതാവുന്നതേ ഉള്ളൂ. അപ്പോൾ അതെന്തായാലും വരും, നിങ്ങളെല്ലാ പാഠത്തിൻ്റെയും കണ്ടൻറ്റ് മനസ്സിലാക്കുക. ഇനി അടുത്തത്, ഹിയർ ആർ സം ഈവൻറ്റ്സ് ഫ്രം ഹെലൻ കെയർ സ്റ്റോറി. ഹെലൻ കെയർ സ്റ്റോറിൻ്റെ കുറച്ച് ഈവൻറ്റ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. റീഅറേഞ്ച് ദം ഇൻ സീക്വൻഷ്യൽ ഓർഡർ. അത് ഒരു റീഅറേഞ്ച് ചെയ്ത് എഴുതാനാണ് പറഞ്ഞിട്ട്, ഓർഡറിലല്ല കൊടുത്തിട്ടുള്ളത്. ഫസ്റ്റ് കൊടുത്തിരിക്കുന്നത്, അറ്റ് 6 months I picked out how you cook blindly. At 1 year old I walked for the first time. I was a baby insisting on imitating everything I saw. അല്ലേ, അങ്ങനെ പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് റീഅറേഞ്ച് ചെയ്യാനാണ് നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. കുറച്ചുകൂടെ ഉണ്ട്. അറ്റ് 1 year old I walked for the first time. I was a baby insisting on omitting everything I saw. After distributing sleep I woke up to darkness and silence. I was struck by illness, losing my eyes and ears forever. അല്ലേ, നിങ്ങൾക്ക് അറിയാം ഹെലൻ കെയറിൻ്റെ ഓരോ ഭാഗവും നിങ്ങൾക്ക് ആ ചാപ്റ്റർ മനസ്സിലാക്കി പഠിച്ചാൽ മനസ്സിലാവും ഓരോ സ്റ്റേജിലും ഏതൊക്കെയാണ് സംഭവിച്ചത്, എന്തൊക്കെയാണ് സംഭവിച്ചത് എന്ന്. നിങ്ങളത് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ചാനൽ കയറി നോക്കുക. അപ്പോൾ പാഠത്തിൻ്റെ ഫുൾ മലയാളത്തിലുള്ള മീനിങ് ഒക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് നമുക്ക് ഓർഡർ ആക്കി കൊടുക്കണം. അപ്പോൾ ഫസ്റ്റ്, ഐ വാസ് എ ബേബി ഇൻസിസ്റ്റിംഗ് ഓൺ ഇമിറ്റേറ്റിംഗ് എവറിത്തിങ് ഐ സോ. നെക്സ്റ്റ്, അറ്റ് 6 months I picked out how I quite planing. അടുത്തത്, അറ്റ് 1 year old I walked for the first time. It was struck by illness, losing my eyes and ears forever. After a distributed sleep, I woke up to darkness and silence. അല്ലേ, ഫസ്റ്റ് കുട്ടിയായിരുന്നപ്പോൾ എല്ലാം ഇമിറ്റേറ്റ് ചെയ്യാൻ തുടങ്ങി. 6 months ഞാൻ ഉറക്കെ ഹൗ ഡൈ യു എന്ന് സംസാരിക്കാൻ തുടങ്ങി എന്ന് മുതൽച്ച്
ആ ഹെലൻ കെല്ലർക്ക് വന്ന ആ ഡാർക്ക്നെസ് വരെയുള്ള ഇത് ഓർഡറായി കൊടുത്തിട്ടുണ്ട്. അടുത്തത് നോക്കാം. ആക്ടിവിറ്റി 5 കൊണ്ട് ഡിസ്ക്രിപ്ഷനാണ്. ദ ചൈൽഡ് ഇൻ ദ പോയം ഫോറിൻ ലാൻഡ്സ് എൻജോയ് ദ സൈറ്റ്സ് ഫ്രം ദ ടോപ്പ് ഓഫ് എ ട്രീ. വാട്ട് ഡിഡ് ഷീ സീ? റൈറ്റ് എ ഡിസ്ക്രിപ്ഷൻ. അല്ലേ, നമ്മൾ ഫോറിൻ ലാൻഡ് അല്ലേ, ഫോറിൻ ലാൻഡ്സിൽ ആ കുട്ടി കണ്ട കാഴ്ചകൾ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. എന്തൊക്കെയാണ്? ദ ചൈൽഡ് ഇൻ ദ പോയം ക്ലെയിംസ് എ ചെറി ട്രീ ടു സീ വാട്ട് ഈസ് അറൗണ്ട് ഹെർ ഫ്രം ദ ടോപ്പ് ഓഫ് ദ ട്രീ. ഷീ സീംസ് ഹെർ ഓൺ ഹൗസസ് ആൻഡ് ഗാർഡൻ ആസ് വെൽ ആസ് ഹെർ നൈബേഴ്സ് ഹൗസസ് ആൻഡ് ഗാർഡൻ. She sees a river, a road, and the people walking to the town. She sees the flower garden of the next house. She sees it full of flowers, the sight of the dimpling river beside, and the image of the blue sky റിഫ്ലക്ട് ഇൻ ഇറ്റ് എക്സൈറ്റിംഗ് ഹെർ. അല്ലേ, അപ്പോൾ നമ്മൾ ഫോറിൻ ലാൻഡിൻ്റെ പാഠവും നമ്മളെ ഹെലൻ കെല്ലറിൻ്റെ പാഠവും എല്ലാ ചാപ്റ്ററും നമ്മളെ ചാനലിൽ മലയാളത്തിൽ ഡീപ്പായിട്ട് ഞാൻ എഴുതി പറഞ്ഞ വീഡിയോസ് ഉണ്ട്, ചാപ്റ്ററിൻ്റെ വീഡിയോസ് ഉണ്ട്, കണ്ടു നോക്കുക. പാഠത്തിൻ്റെ കണ്ടൻറ്റ് നിങ്ങൾ മനസ്സിലാക്കി പോവുക. ഞാൻ വീണ്ടും വീണ്ടും പറയുകയാണ്, എന്തായാലും ഇതൊക്കെ ഇമ്പോർട്ടൻസ് ആയിട്ട് വരും. എല്ലാ പാഠത്തിൻ്റെ കണ്ടൻറ്റ് മനസ്സിലാക്കി പോവുക, ലെറ്റർ എഴുതാനുള്ള ഫോർമാറ്റ് മനസ്സിലാക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്, എല്ലാവിധ വിജയ